ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. ഇന്ന് നമ്മുടെ 9 ദിവസം 9 ടോപ്പിക് എന്നതിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നലെ നമ്മൾ എടുത്തത് ലോക ചരിത്രം. ഇന്ന് നമ്മുടെ ടോപ്പിക് വന്നിട്ട് കേരള ചരിത്രമാണ്. ഈ നമ്മുടെ PSC പറഞ്ഞിരിക്കുന്ന സിലബസിൽ പരമാവധി കേരള ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന അത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുണ്ട്. അതുമാത്രമല്ലാണ്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുമല്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. ക്ലാസ് ഒരുപാട് നീട്ടാതെയും നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് വൺ വേർഡ് പോലെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ സഞ്ചാരികൾ അറബികൾ. ആദ്യമായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബാർത്തലോമിയോ ഡയസ്. 1488 കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറൗഡ കോവിൽഹ. പോർച്ചുഗീസുകാർ, അതായത് പറങ്കികൾ എന്നറിയപ്പെട്ട പോർച്ചുഗീസുകാർ സമുദ്രമാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. 1498 മെയ് 20 ലിസ്ബണിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടത്. 1497 വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് മാനുവൽ ഒന്നാമൻ. സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. അദ്ദേഹം അത് കൂടാതെ ഇന്ത്യയിലെത്തിയത് 1502, 1524 എന്നീ വർഷങ്ങളിലാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൽ. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. നീലജലനയം കൊണ്ടുവന്ന വൈസ്രോയിയാണ് അൽമേഡ. ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അൽബൂക്കർക്കാണ്. നമുക്കിത് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ സഞ്ചാരികളാണ് അറബികൾ. ആദ്യമായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബാർത്തലോമിയോ ഡയസ്. 1488 കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെട്രോഡ കോവിൽഹ. പോർച്ചുഗീസുകാർ സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരിൽ സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. 1498 മെയ് 20 ലിസ്ബണിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടത്. 1497 വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവാണ് മാനുവൽ ഒന്നാമൻ. സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. അതുകൂടാതെ അദ്ദേഹം 2 തവണ കൂടി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. 1502, 1524 കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൽ. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ അൽമേഡയാണ്. നീലജലനയം കൊണ്ടുവന്ന വൈസ്രോയി അൽമേഡ. ഇന്ത്യൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അൽബൂക്കർക്ക്. പോർച്ചുഗീസ് പ്രവിശ്യയിൽ സതി നിരോധിക്കുകയും ഇന്ത്യയിൽ പുതിയ നാണയ നിർമ്മാണശാല ആരംഭിക്കുകയും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കുകയും ചെയ്ത വൈസ്രോയിയാണ് അൽബൂക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോളനികളാണ് ഗോവ, ദാമൻ, ദിയു. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് ചവിട്ടുനാടകം, ഗോതിക് ശൈലി, അതായത് ഒരു വാസ്തുവിദ്യാ ശൈലിയാണ്. കൊച്ചിയിൽ അച്ചടിശാല സ്ഥാപിച്ചു. ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചു. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിൽ സ്ഥാപിച്ചു. ബോം ജീസസ് പള്ളി ഗോവയിൽ സ്ഥാപിച്ചു. പിന്നീട് മാനുവൽ കോട്ട അൽബൂക്കർക്ക് സ്ഥാപിച്ചതാണ്. ചാലിയം കോട്ട, തോമസ് കോട്ട, വാരാപ്പുഴ സെമിനാരി, മട്ടാഞ്ചേരി പാലസ്, അതിനെ ഡച്ച് കൊട്ടാരം എന്നും കൂടി അറിയപ്പെടുന്നു. പിന്നെ ഇവർ കൊണ്ടുവന്ന വിളകളാണ് പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില, മരച്ചീനി. നമുക്കൊന്നുകൂടെ നോക്കാം. പോർച്ചുഗീസ് പ്രവിശ്യയിൽ സതി നിരോധിക്കുകയും ഇന്ത്യയിൽ പുതിയ നാണയ നിർമ്മാണശാല ആരംഭിക്കുകയും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കുകയും ചെയ്ത വൈസ്രോയിയാണ് അൽബൂക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോളനികളാണ് ഗോവ, ദാമൻ, ദിയു. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് ചവിട്ടുനാടകം, പിന്നീട് വാസ്തുവിദ്യാ ശൈലിയായ ഗോതിക് ശൈലി. കൊച്ചിയിൽ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചിയിൽ സെന്റ് ഫ്രാൻസിസ് പള്ളി സ്ഥാപിച്ചു. ബോം ജീസസ് പള്ളി ഗോവയിൽ സ്ഥാപിച്ചു. അതുകൂടാതെ മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് അൽബൂക്കർക്കാണ്. ചാലിയം കോട്ട, തോമസ് കോട്ട, വരാപ്പുഴ സെമിനാരി, മട്ടാഞ്ചേരി പാലസ്, ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു. അവർ കൊണ്ടുവന്ന വിളകളാണ് പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില, മരച്ചീനി എന്നിവ. അടുത്തത് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 ആണ്.
ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602-ലാണ്. ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേര് ലന്തക്കാർ എന്നാണ്. ലണ്ടക്കാർ അല്ല, ലന്തക്കാർ എന്നാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മ വിസ് ഡച്ചുകാരാണ്. അവരുടെ സംഭാവനകളാണ്: പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി സ്ഥാപിച്ചു. ചേറ്റുവ കോട്ട ഗുരുവായൂർ നിർമ്മിച്ചു. 1744 ബോൾഗാട്ടി കൊട്ടാരവും ഉപ്പ് നിർമ്മാണം, തുണിയിൽ ചായൽ മുക്കൽ എന്നിവ സംഭാവന ചെയ്തു. പിന്നീട് ഹോർത്തൂസ് മലബാറിക്കസ് കേരളരാമം എന്നറിയപ്പെടുന്നു. അഡ്മിറൽ വാറൻ റീഡ് ആണ് ഇത് ലാറ്റിൻ ഭാഷയിൽ എഴുതിയത്. അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. അതിന് സഹായിച്ച മലയാളി വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ടൈപ്പിങ്ങിൽ, ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേര് ലന്തക്കാർ എന്നാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മ വിസ് ഡച്ചുകാരാണ്. അവരുടെ സംഭാവനകളാണ്: പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി സ്ഥാപിച്ചു. ചേറ്റുവ കോട്ട ഗുരുവായൂർ നിർമ്മിച്ചു. 1744 ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു. പിന്നെ ഉപ്പ് നിർമ്മാണം, തുണിയിൽ ചായമുക്കൽ എന്നിവ സംഭാവന ചെയ്തു. ഹോർത്തൂസ് മലബാറിക്കസ് അതിന്റെ വേറൊരു പേരാണ് കേരളരാമം. അഡ്മിറൽ വാറൻ റീഡാണ് ലാറ്റിൻ ഭാഷയിൽ ഇത് എഴുതിയത്. ഇതിനെ സഹായിച്ചത് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരും മലയാളി വൈദ്യനായ ഇ.ടി. അച്യുതനുമാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 അവരുടെ താവളങ്ങളായിരുന്നത് മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. 1644 വിഴിഞ്ഞത്ത് ഒരു പണ്ടികശാല സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഏപ്രിൽ 15. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം വന്നിട്ട് 1800 മുതൽ 1805 വരെയാണ്. കുറിച്യ കലാപം 1812, നേതാവ് രാമനമ്പിയായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ്. 1916-ലാണ്. നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ്. അതിന് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. 1916-ലായിരുന്നു. തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് കോഴിക്കോടാണ് നടന്നത്. ഒന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664-ലാണ്. അവരുടെ താവളങ്ങളാണ് മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-ലാണ് സ്ഥാപിച്ചത്. 1644 വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. കുറിച്യ കലാപം 1812, നേതാവ് രാമനമ്പി. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട്. 1916 നേതൃത്വം നൽകിയത് ആനി ബസന്റ്. തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് കോഴിക്കോടാണ് നടന്നത്. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി 1921 നവംബർ 10. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. 1925 നവംബർ 23 വരെ. നേതാവ് ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ്. നേതാവ് ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ. കൽപ്പാത്തി സമരം 1926. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ആരംഭിച്ചു. പക്ഷെ ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നായിരുന്നു. നിവർത്തന പ്രക്ഷോഭം 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. വൈദ്യുതി പ്രക്ഷോഭം 1936. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. ഒന്നുകൂടെ നോക്കാം. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി 1921 നവംബർ 10.
വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവൻ. കൽപ്പാത്തി സമരം 1926. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം 1932 ഒക്ടോബർ 2 വരെയായിരുന്നു. അടുത്തത് നിവർത്തന പ്രക്ഷോഭം 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. വൈദ്യുതി പ്രക്ഷോഭം 1936. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938 ഫെബ്രുവരി 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938 ഫെബ്രുവരി 23. കടക്കൽ പ്രക്ഷോഭം 1938 സെപ്റ്റംബർ 29. മോഴാറ സമരം 1940 സെപ്റ്റംബർ 15. കൊച്ചി രാജപ്രജാ മണ്ഡലം 1941 ജനുവരി 26. കയ്യൂർ സമരം 1941 കാസർഗോഡാണ് നടന്നത്. കീഴരിയൂർ ബോംബ് ആക്രമണം 1942 നവംബർ 17. പുന്നപ്ര വയലാർ സമരം 1946 ആലപ്പുഴയിലാണ് നടന്നത്. കരിവള്ളൂർ സമരം 1946 കണ്ണൂരിൽ. തോൽവിറക് സമരം 1946 നവംബർ 15. കാർത്യായനി അമ്മയാണ് കാസർഗോഡ്. നേതൃത്വം നൽകിയത് കാർത്യായനി അമ്മയാണ്. കുട്ടംകുളം സമരം 1946. പാലിയം സത്യാഗ്രഹം 1947-48 വർഷങ്ങളിൽ ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. 1947 ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്തത്. ഒന്നുകൂടെ നോക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938 ഫെബ്രുവരി 23. കടക്കൽ പ്രക്ഷോഭം 1938 സെപ്റ്റംബർ 29. മോഴാറ സമരം 1940 സെപ്റ്റംബർ 15. കൊച്ചി രാജപ്രജാ മണ്ഡലം 1941 ജനുവരി 26. കയ്യൂർ സമരം 1941. കീഴരിയൂർ ബോംബാക്രമണം 1942 നവംബർ 17. പുന്നപ്ര വയലാർ സമരം 1946. കരിവള്ളൂർ സമരം 1946 കണ്ണൂരിലാണ് നടന്നത്. തോൽവിറക് സമരം 1946 നവംബർ 15. നേതൃത്വം നൽകിയത് കാർത്യായനി അമ്മ. കുട്ടംകുളം സമരം 1946. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടങ്ങളിൽ ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. അടുത്തത് മാഹി വിമോചന സമരം 1948. ഐക്യ കേരള പ്രസ്ഥാനം 1921. പ്ലാച്ചിമട സമരം 2002 മൈലമ്മ. മുത്തങ്ങ സമരം 2003. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കല്ലുമാല സമരം പെരിനാട് കലാപം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. പുലയ ലഹള 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. യാത്ര 1931. ഒന്നുകൂടെ നോക്കാം. മാഹി വിമോചന സമരം 1948. ഐക്യ കേരള പ്രസ്ഥാനം 1921. പ്ലാച്ചിമട സമരം 2002 മൈലമ്മയുടെ നേതൃത്വത്തിൽ. മുത്തങ്ങ സമരം 2003. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കല്ലുമാല സമരം പെരിനാട് കലാപം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. പുലയ ലഹള 1915. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. യാചനയാത്ര 1931. മേച്ചിങ്പുല്ല് സമരം 1946. മേച്ചിങ്പുല്ല് സമരം 1946. കുത്താളി സമരം 1940-50. പട്ടിണി ജാഥ 1936. കേരളത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം സ്വീകരിച്ച് നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കിഴവൻ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ബായി ആണ്. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ഗൗരി പാർവതി ബായി. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള.
ഒന്നുകൂടെ നോക്കാം. മേച്ചിങ് പുല്ല് സമരം 1946, മുത്താളി സമരം 1940, 50, പട്ടിണി ജാഥ 1936, കേരളത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ, 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരിലക്ഷ്മി ബായ്, പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ഗൗരി പാർവതിബായ്, ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് സ്വാതി തിരുനാൾ, തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള, തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി.കെ. നാരായണപിള്ള. ഇനി നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറയാം. സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറയുമ്പോൾ അവരുടെ ജനനം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വൈകുണ്ഠസ്വാമികൾ, നമ്മൾ ഈ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ ഏകദേശം ഓർഡറിലാണ് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് ഇവയെ ഓർഡറിൽ ക്രമീകരിക്കാൻ പറഞ്ഞിട്ട് എക്സാമിൽ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജനനത്തെയും അതുപോലെ പ്രസ്ഥാനങ്ങൾ വന്ന വർഷത്തെയും നമ്മൾ ഇതിൽ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. വൈകുണ്ഠസ്വാമികൾ 1809, 1851. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം 1836. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 വൈകുണ്ഠസ്വാമികൾ. 1896 ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അദ്ദേഹത്തിന്റെ ജനനം 1863, മരണം 1950. ശ്രീനാരായണ ഗുരു 1856 ജനനം, 1928 മരണം. SNDP സ്ഥാപിച്ചു, 1903 SNDP സ്ഥാപിച്ചു. അയ്യങ്കാളി 1863 മുതൽ 1941 മരണം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു 1907. പണ്ഡിറ്റ് KP കറുപ്പൻ 1885 ജനനം, 1938 മരണം. അരയ സമാജം സ്ഥാപിച്ചു 1907. VT ഭട്ടതിരിപ്പാട് 1896 ജനനം, 1982 മരണം. യോഗക്ഷേമം സ്ഥാപിച്ചു. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവൻ 1879 ജനനം, 1939 മരണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു 1909. ഓക്കെ, നമ്മൾ ഇനി ഇവരുടെ സമാജത്തിന്റെ പേര് മാത്രം പറയുന്നുള്ളൂ, പ്രസ്ഥാനങ്ങളുടെ പേര് മാത്രം. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, ഡോക്ടർ പൽപ്പു, ഈഴവ മഹാസഭ, ശ്രീനാരായണ ഗുരു, SNDP, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ, അരയ സമാജം, VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. മന്നത്ത് പത്മനാഭൻ 1878 ജനനം, 1970 മരണം. നായർ സർവീസ് സൊസൈറ്റി 1914 രൂപീകരിച്ചു. PK ചാത്തൻ മാസ്റ്റർ 1920 ജനനം, 1988 മരണം. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു 1914. വാഗ്ഭടാനന്ദൻ 1885 ജനനം, 1939 മരണം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു 1917. സഹോദരൻ അയ്യപ്പൻ 1889 ജനനം, 1968 മരണം. സഹോദര സംഘം സ്ഥാപിച്ചു 1917. സ്വാമി ശുഭാനന്ദ ഗുരുദേവൻ 1882 ജനനം, 1950 മരണം. ആത്മവിദ്യാ ബോധോദയ സംഘം 1918 സ്ഥാപിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 ജനനം, 1932 മരണം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 സ്ഥാപിച്ചു. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി 1914. PK ചാത്തൻ മാസ്റ്റർ കൊച്ചി പുലയ മഹാസഭ 1914. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം 1917. സ്വാമി ശുഭാനന്ദ ഗുരുദേവൻ 1918 ആത്മബോധോദയ സംഘം സ്ഥാപിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി 1852 ജനനം, 1929 മരണം. ആനന്ദ മഹാസഭ 1918 സ്ഥാപിച്ചു. പാമ്പാടി ജോൺ ജോസഫ് 1887 ജനനം, 1940 മരണം. തിരുവിതാംകൂർ ചേരമൻ മഹാസഭ 1921 സ്ഥാപിച്ചു. നടരാജ ഗുരു നാരായണ ഗുരുകുലം
നടരാജഗുരു 1923 നാരായണ ഗുരുകുലം സ്ഥാപിച്ചു. ആനന്ദ തീർത്ഥൻ 1905 ജനനം, 1987 മരണം. ജാതിനാശിനി സഭ 1933 സ്ഥാപിച്ചു. P.K. ചാത്തൻ മാസ്റ്റർ 1920 ജനനം, 1988 മരണം. കേരള പുലയ മഹാസഭ 1970 സ്ഥാപിച്ചു. ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ 1918. പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ ചേരമൻ മഹാസഭ 1921. നടരാജഗുരു നാരായണ ഗുരുകുലം 1923. ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ 1933. P.K. ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ 1970. ഓക്കെ. യാചന യാത്ര 1931 VT ഭട്ടതിരിപ്പാട് തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. സാമൂഹിക പരിഷ്കരണ ജാഥ 1968 കാനങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ VT ഭട്ടതിരിപ്പാടിൻ്റെതായിരുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ 2 ജാഥകളാണ് യാചന യാത്ര, സാമൂഹിക പരിഷ്കരണ ജാഥ എന്നിവ. പിന്നെ AK ഗോപാലന്റെ ജാഥയാണ് പട്ടിണി ജാഥ 1936. കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ക്ഷേത്രജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ. 1960 കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. മന്നത്ത് പത്മനാഭൻ ജീവശിഖ ജാഥ, സവർണ ജാഥ എന്നിവ. അക്കാമ ചെറിയൻ രാജധാനി ജാഥ. പൊയ്കേൽ യോഹന്നാൻ യുദ്ധവിരുദ്ധ ജാഥ. ഒന്നുകൂടെ നോക്കാം. യാചന യാത്ര, സാമൂഹിക പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട്. AK ഗോപാലൻ പട്ടിണി ജാഥ. ക്ഷേത്രജാഥ, കർഷക ജാഥ. മന്നത്ത് പത്മനാഭൻ ജീവശിഖ ജാഥ, സവർണ ജാഥ. അക്കാമ ചെറിയൻ രാജധാനി മാർച്ച്. പൊയ്കൽ യോഹന്നാൻ യുദ്ധവിരുദ്ധ ജാഥ. ഇനി അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് AK കുമാരൻ. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത് KV രാമൻ മേനോൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള ലിങ്കൻ പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് AK കുമാരൻ. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത് KV രാമൻ മേനോൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1956 ശേഷമുള്ളവയും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നടന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്ന്. 1956 ശേഷം ഒരെണ്ണ സമരം 1957 ആലപ്പുഴയിൽ നടന്നു. ഒരെണ്ണ സമരം 1957 ആലപ്പുഴയിലാണ് നടന്നത്. അമരാവതി സമരം 1961 AKജിയുടെ നേതൃത്വത്തിൽ. ചാലിയാർ പ്രക്ഷോഭം കോഴിക്കോട് AK റഹ്മാന്റെ നേതൃത്വത്തിൽ. പ്ലാച്ചിമട സമരം 2002 പാലക്കാട് മൈലമ്മയുടെ നേതൃത്വത്തിൽ. മുത്തങ്ങ സമരം 2003 വയനാട്. ഒരെണ്ണ സമരം 1957 ആലപ്പുഴയിൽ. അമരാവതി സമരം 1961 AKജിയുടെ നേതൃത്വത്തിൽ. ചാലിയാർ പ്രക്ഷോഭം കോഴിക്കോട് KA റഹ്മാന്റെ നേതൃത്വത്തിൽ. പ്ലാച്ചിമട സമരം 2002 പാലക്കാട് മൈലമ്മയുടെ നേതൃത്വത്തിൽ. മുത്തങ്ങ സമരം 2003 വയനാട്. ഇനി വഞ്ചിപ്പാട്ടുകളെ കുറിച്ച് നോക്കാം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയത് KP കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് രാമപുരത്ത് വാര്യരാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവുടേതാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തെ തന്നെ കുറച്ചും കൂടി നോക്കാം. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞതും പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ചെറിയ ഒരു അക്ഷരപ്പിഴക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞതും മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞതും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞതും
ശ്രീനാരായണ ഗുരുവാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയുടേതാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893 ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പൻ. അറിയപ്പെടുന്നതല്ല, വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പൻ. 90-ാം ആണ്ട് ലഹളം നടന്ന വർഷം 1915. 90-ാം ആണ്ട് ലഹളം നടന്ന വർഷം 1915. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29. പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. ഓപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. കാതമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആര്യപ്പള്ളം. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പൻ. 90-ാം ആണ്ട് ലഹളം നടന്ന വർഷം 1915. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തിയ സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29. പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക AV കുട്ടിമാളു അമ്മ. കാതമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദൻ. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ചാവറ കുര്യാക്കോസ് ഏലിയാസ്. രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവിടെ, ഒന്ന് ശ്രദ്ധിക്കണേ. 1938 നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അക്കാമ ചെറിയാനാണ്. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന മലയാളി ചാവറ കുര്യാക്കോസ് ഏലിയാസ്. രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. 1938. കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ഏറ്റവും പഴക്കം ചെന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ഏറ്റവും പഴക്കം ചെന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയാണ്. ഫതഹുൽ മുബീൻ ഗാസി മുഹമ്മദ്. ഫതഹുൽ മുബീൻ ഗാസി മുഹമ്മദ്. കേരള പഴമ ഹർമൻ ഗുണ്ടൻ. മലബാർ മാനുവൽ വില്യം ലോഗൻ. മലബാർ മാനുവൽ വില്യം ലോഗൻ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പി. ആദ്യ മന്ത്രിസഭയെ കുറിച്ച് പറയാൻ നമുക്ക് ഈ ഇടയ്ക്കായിട്ട് വരുന്ന എക്സാമുകളിലും മന്ത്രിസഭയും അവരെ എന്താണ് വഹിച്ചിരുന്നത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം C അച്യുതമേനോൻ. ധനകാര്യം C അച്യുതമേനോൻ. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണയ്യർ. ആരോഗ്യം ഡോക്ടർ AR റഹ്മാൻ. ആരോഗ്യം ആരായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു? ഡോക്ടറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. ഭക്ഷ്യം വനം KC ജോർജ്. ഭക്ഷ്യം വനം KC ജോർജ്. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. വ്യവസായം KP ഗോപാലൻ. പബ്ലിക് വർക്ക്സ് TA മജീദ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്.
ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ, നിയമം, വൈദ്യുതി, ആഭ്യന്തരമന്ത്രി VR കൃഷ്ണയ്യർ, ആരോഗ്യം ഡോക്ടർ AR മേനോൻ, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ, വനം ഭക്ഷ്യം KC ജോർജ്, തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്, വ്യവസായം KP ഗോപാലൻ, പബ്ലിക് വർക്ക് TA മജീദ്, തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. ഇനി കേരളം 7 തവണയാണ് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുള്ളത്. എത്ര തവണയാണ്? 7 തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുള്ളത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് KK ശൈലജ ടീച്ചർ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് KK ശൈലജ ടീച്ചർ. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് VS അച്യുതാനന്ദൻ. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തല. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തല. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം 12. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് K കരുണാകരൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് C അച്യുതമേനോൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് C അച്യുതമേനോൻ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രിയാണ് AK ആന്റണി. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R ശങ്കർ. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി AK ആന്റണി. ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി CH മുഹമ്മദ് കോയ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി C അച്യുതമേനോൻ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി K കരുണാകരൻ. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം 12. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തല. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി AK ആന്റണിയും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തലയുമാണ്. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം VS അച്യുതാനന്ദൻ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി KK ശൈലജ ടീച്ചർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അറിയാം. പരമാവധി ചോദ്യങ്ങളോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം. അതിൽ നമുക്ക് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ മാത്രം ഒന്നുകൂടെ പറയാം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909 കുമാര ഗുരുദേവനാണ്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. PK ചാത്തൻ മാസ്റ്റർ സ്ഥാപിച്ചതാണ് കൊച്ചി പുലയ മഹാസഭ. വാഗ്ബടാനന്ദന്റെയാണ് ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. സ്വാമി ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. പക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. പാമ്പാടി ജോൺ ജോസഫിൻ്റെതാണ് തിരുവിതാംകൂർ ചേരമൻ മഹാസഭ. നടരാജ ഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ആനന്ദ തീർത്ഥൻ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്റർ.
ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കേരള ചരിത്രമാണ്. നമ്മൾ അതിന് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ്, എന്നാൽ ഏകദേശം അവർ പറഞ്ഞിട്ടുള്ളത്, സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.